നമുക്ക് നേരെ കൊല്ലത്തേക്ക് പോവാം. കൊല്ലത്തു നിന്നും രാജ്കുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാജ്കുമാർ, കൊല്ലത്ത് ന്യൂ ഇയർ എല്ലാവരും അടിച്ചു പൊളിക്കുകയാണ്. ഇപ്പോൾ എവിടെ നിന്നാണ് രാജ്കുമാർ ഈ ന്യൂ ഇയർ ആഘോഷത്തിന്റെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത്? അങ്ങനെ വെറും പറച്ചിലല്ല കേട്ടോ. ഇത് ഇന്നിപ്പോൾ രാത്രി 9 മണി വരെ നമുക്ക് ന്യൂസ് ആൻഡ് വ്യൂസ് ഉള്ളതുകൊണ്ടാണ് 9 മണി വരെ അതിമനോഹരമായിട്ടുള്ള നമ്മുടെ യുവതി യുവാക്കളും അതേപോലെ തന്നെ അമ്മമാരും വീട്ടമ്മമാരും മുഴുവനും ഈ എൻ്റെ ഈ ഇപ്പുറത്ത് കാണുന്ന ആ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുള്ള ഒന്നാം തരം ഡാൻസ് ആയിരുന്നു. കാർണിവലിന് ഈ പന്തൽ കാൽനാട്ട് ധർമ്മം കഴിഞ്ഞു, അതിന് ഭയങ്കര ഡാൻസും ബഹളമൊക്കെ ആയിരുന്നു. ഇപ്പോൾ അവർ വിശ്രമത്തിലാണ്. ഒരു 11:30 മണി കഴിയുമ്പം ആ കൊല്ലത്തിൻ്റെ ആ വൈബ് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കൊല്ലമെന്ന്. കേരളത്തിൽ 1ാം സ്ഥാനം പിടിക്കാൻ ഇക്കുറി ആ പുതുവത്സരാഘോഷങ്ങൾ അതിൻ്റെ പുതുമോടിയിലെത്തിക്കുന്നതിനും ഏറ്റവും ആഘോഷപൂർവ്വമാക്കുന്നതിനും ഒരു മത്സരം തന്നെ കാഴ്ചവെക്കുന്ന ജില്ലയാണ് കൊല്ലം. അത് കഴിഞ്ഞ തവണയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ തന്നെ ഈ ജനങ്ങൾ നമുക്ക് തന്നെ ഇങ്ങോട്ട് വരാം. ഇവിടെ ഈ ഗ്രൗണ്ടുണ്ട്, ഈ ഗ്രൗണ്ടിലാണ് ഇതിൻ്റെ ഈ മത്സരങ്ങൾ ഈ മത്സരം ഇത് നടക്കാൻ പോകുന്നത്. ഇതിപ്പോൾ എല്ലാവരും ഇവിടെ കാത്തു നിൽക്കുകയാണ്. ഈ ഗ്രൗണ്ട് കുറച്ച് കഴിയുമ്പം ഒരു മണൽത്തരികൾ പോലും കാണാൻ പറ്റാത്ത വിധം ആളുകളെ കൊണ്ട് നിറയും. അതിൽ പ്രായം ഭേദമന്യേ ഒരു 10-11 വയസ്സ് മുതലുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും അതിൽ ഏറ്റവും വീട്ടമ്മമാരും ഒരു 70-80 വയസ്സുള്ള അമ്മമാർ വരെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കും. അവരുടെ നൃത്ത ചുവടുകൾ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ വളരെ മനോഹരമായിട്ടാണ് അവർ ഈ ആഘോഷങ്ങൾ നടത്തുന്നത്. ഇതിപ്പോൾ ഈ തിരികെ നമ്മുടെ ഇപ്പോൾ ക്യാമറ തിരിച്ച് നമുക്ക് അങ്ങോട്ട് നോക്കുക, ലൈറ്റിംഗ് എല്ലാം കണ്ടോളൂ. എത്ര മനോഹരമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് ഓർത്തോണം. ഈ കൊല്ലം തീരദേശ മേഖലയിലാണ് കേട്ടോ ഇത്രയേറെ ഒരു മനോഹരമായി തീർത്തുകൊണ്ട്. ഇത് കൊല്ലം ജില്ല മാത്രമല്ല, പല ജില്ലയിൽ നിന്നുള്ള ആളുകൾ ഇതറിഞ്ഞ് നമ്മൾ കഴിഞ്ഞ 5 വർഷമായി കൈരളി TV ആണ് ഈ കൊല്ലം കാർണിവലിനെ ഇത്ര ഒരു ഫേമസ് ആക്കി മാറ്റിയത്. ഇപ്പോൾ ഇവിടെ ഒരു കുടുംബം വരുന്നുണ്ട്. കൊല്ലം കാർണിവൽ കാണാൻ വന്നതല്ലേ? അതെ. കറുത്ത കണ്ണട വെച്ചിട്ട് സിനിമാ നടനെ വെറുതെ വെച്ചത്. എങ്ങനെയുണ്ട്? അടിപൊളി. തങ്കശ്ശേരി എല്ലാ വർഷം വരുന്നതാണ്. ഞങ്ങൾ ഇരുപുരമാണ്. പക്ഷെ എൻ്റെ പെങ്ങളുടെ വീട് ഇവിടെ ഉണ്ട്. അത് നമ്മൾ വർഷങ്ങൾ കൊണ്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ എന്നാലും ഞങ്ങൾ ഈ വർഷങ്ങൾ കഴിയുമ്പോഴത്തേന് ഈ തങ്കശ്ശേരി വന്ന് കാണും ഈ പരിപാടി. ഒരു വികാരമാണ്. അതെ അതെ അതെ. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ സിന്ധൂരി കേട്ടില്ലേ? കേട്ടു. നമ്മളെ ഒരു ഫാമിലിയെ പരിചയപ്പെട്ടു. ഇങ്ങനെ ഈ സമൂഹത്തിലുള്ള വിവിധ സ്ഥലങ്ങൾ അതായത് ഈ തങ്കശ്ശേരിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ പോർച്ചുഗീസ്, ഡച്ച്, അതുപോലെ ബ്രിട്ടീഷ് 3 പേരുടെ ഭരണം നിലനിന്നിരുന്ന ഒരു മേഖലയാണ് ഞാൻ ഈ നിൽക്കുന്ന തങ്കശ്ശേരി. ആ തങ്കശ്ശേരിയിൽ ഇതിപ്പോൾ ഇതിൻ്റെ ആഘോഷങ്ങളുടെ ഈ ചുമതലയുള്ള നമ്മുടെ ജസ്റ്റിൻ, എത്ര മണിക്ക് ആഘോഷം പറ? നാട്ടുകാർ വെയിറ്റ് ചെയ്യാണ് എല്ലാവരും. പുതുവർഷ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പുതുവർഷത്തെ ആഹ്ലാദപൂർവ്വം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എല്ലാവരും ചേർന്ന് വരവേൽക്കുന്നത് 11:55 നമ്മുടെ പുതുവർഷത്തെ വരവേറ്റിനുള്ള ആഘോഷം തുടങ്ങുന്നത്. അതൊരു 12 വരെ നമ്മൾ ഒരു അരമണിക്കൂർ സമയം നമ്മൾ തങ്കശ്ശേരി ഈ CYMSൻ്റെ പുതുവർഷ ആഘോഷ വേദിയിലെത്തുന്നവർക്കായി ഒരുക്കിയിട്ടുണ്ട്. വളരെയധികം ആൾക്കാർ ഇവിടെ വന്ന് മറിയുന്നുണ്ട്. നമ്മൾ കുറച്ച് സുരക്ഷയ്ക്ക് വേണ്ടിയായിട്ട് ഇരുവശങ്ങളിൽ നമ്മൾ വാഹനങ്ങൾ കടത്തിവിടാത്ത രീതിയിൽ ബഹുമാനപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അതിനുവേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒപ്പം ജനങ്ങൾ ഇറങ്ങി നടന്നു വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഈ എത്ര പേര് ഇവിടെ വരുമെന്നാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? വെറുതെ തള്ളരുത്, ഉള്ള കാര്യം പറയണം. നമുക്ക് കൃത്യമായി ഈ പറഞ്ഞതുപോലെ നമുക്ക് എണ്ണമെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. എന്നാലും എൻ്റെ ഒരു അറിവിൽ ഒരു 30,000 പേര് ഈ ഗ്രൗണ്ടിലേക്ക് എത്തും. കടൽ തീര ഗ്രൗണ്ടിന് ഉൾക്കൊള്ളാവുന്നതിനെ കവിഞ്ഞ ആൾക്കാർ ഈ തീരദേശ റോഡിലും അതുപോലെ ബസ് വേ ഉൾപ്പെടുന്ന മേഖലയിലേക്കും എത്തിപ്പെടും. കഴിഞ്ഞ കോവിഡ് കാലയളവിന് ശേഷമാണ് മനുഷ്യരിൽ ഈ പറഞ്ഞതുപോലെ ഒരു 1.5 വർഷത്തോളം അടഞ്ഞുപൂട്ടിയിരുന്നതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ, അതിങ്ങനെ സ്വാതന്ത്ര്യബോധത്തോടുകൂടി ആ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള ഒരു അഭിവാഞ്ച രൂപപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ക്രമാതീതമായൊരു ക്രൗഡ് വരുന്നത്. ഇത് യഥാർത്ഥത്തിൽ തങ്കശ്ശേരി അല്ലെങ്കിൽ കൊല്ലം തീരത്തെ മത്സ്യത്തൊഴിലാളികളുടെ മാത്രം ഒരു ആഘോഷമാണ്. അത് ഇന്ന് കൊല്ലം. നിങ്ങൾ ഈ ആഘോഷം എങ്ങനെയാക്കാൻ പോകണം? നിങ്ങളുടെ പരിപാടി എന്താ അത് പറ. നമ്മളെ പരിപാടി അടിച്ചു വിളിക്കുക. പറയുന്നതിനൊരു ചൂടില്ലല്ലോ സഹോദര. എങ്ങനെയുണ്ട്? നിങ്ങൾ ഇവിടെ എത്ര കാലമായിട്ട് വരുന്നുണ്ട്? ഞാൻ ആദ്യമായിട്ടാണ്. 4 വർഷമായിട്ട് ഇവിടെ വരുന്നുണ്ട്. സ്ഥലം എവിടാ? സ്ഥലം പുരിപ്പുഴ. ഹാപ്പി ന്യൂ ഇയർ.
നാണം മാറാത്ത ആളുകളുണ്ട്. ഇനിയും കല്യാണം നടക്കുമെന്നൊക്കെ ഒരു പ്രതീക്ഷയിൽ പലരും ഒഴിഞ്ഞു മാറി പോകുന്നുണ്ട്. പക്ഷേ ഞാനത് പറഞ്ഞത് നമ്മൾ ഉറപ്പായും കൈരളി പ്രേക്ഷകരെ നമുക്ക് ഈ പറയുന്ന 11:55 11:55 ആ നമ്മുടെ ഇവിടുത്തെ ആ ഒരു ജനങ്ങളുടെ ഒരു ആ ഒഴുക്ക് ഒന്ന് കാണിക്കണം. ഈ പറഞ്ഞതൊന്നും അല്ല കേട്ടോ, 30,000 എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും ഒരുപക്ഷെ അതിൻ്റെ മുകളിലേക്ക് ഈ ജനങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ അതേപോലെ തന്നെ പോലീസ് സുരക്ഷ, ശക്തമായ സുരക്ഷ പോലീസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ വനിതാ പോലീസിനെ എല്ലാം വിന്യസിച്ചിട്ടുണ്ട്. സിന്ധൂരി, അതായത് നമുക്ക് എല്ലാ ആഘോഷങ്ങളും വേണം, എന്നാൽ ആ ആഘോഷങ്ങളെല്ലാം വളരെ സുരക്ഷിതമായി നടത്താൻ കഴിയണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെ സുരക്ഷിതമായി ഈ ന്യൂ ഇയറിനെ വരവേൽക്കുവാൻ ഒരുങ്ങുകയാണ് കൊല്ലത്തിൻ്റെ. ആദ്യം തന്നെ രാജ്കുമാർ പറഞ്ഞു, അങ്ങനെ വെറുതെ അങ്ങനെ പറഞ്ഞാൽ പോരാ, വളരെയധികം ആവേശത്തോടു കൂടിയാണ് കൊല്ലത്തെ ഓരോ ജനതയും അവിടെ എത്തി ഈ കൊല്ലം കാർണിവലിലൂടെ ഈ ന്യൂ ഇയറിനെ വരവേൽക്കുന്നത്. ആ ഒരു ആഘോഷം അത് കാണേണ്ടത് തന്നെയാണ്. അപ്പം നമ്മളും കാത്തിരിക്കുകയാണ് ഈ 11:55 ആകുമ്പോൾ കൊല്ലം കാർണിവലിൽ എങ്ങനെയായിരിക്കും ഈ ന്യൂ ഇയർ അവർ അവിസ്മരണീയമാക്കുവാൻ പോകുന്നത് എന്ന്.